എന്തേ നീ കണ്ണ എനിക്കെന്തേ തന്നില്ല കൃഷ്ണ തുളസി കതിരായി ജന്മം. സിനിമാ ഗാനങ്ങളും ഭക്തിഗാനങ്ങളും അതുപോലെ സോപാന സംഗീതം, അങ്ങനെ വ്യത്യസ്തമായ സംഗീത ശാഖയിലുള്ള പാട്ടുകളാണ് പുതിയ ജനറേഷനെ കൂടെ ഉൾപ്പെടുത്തി ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇതൊക്കെ ഓർഗാനിക് ആയിട്ടുണ്ടായതാണ്. നമ്മളൊരു പ്ലാൻ ചെയ്ത് നമ്മൾ അങ്ങനെ നമുക്ക് ഈ ദുബായിൽ ഒരു ഗ്രൂപ്പ് വേണം അല്ലെങ്കിൽ കാനഡയിൽ വേണം അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തായതല്ല. ഒരുപാട് ആളുകളിലേക്ക് എത്തുന്നുണ്ട്. ആളുകൾക്ക് അതിന് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് അവരുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്നു. ആൾക്കാരുടെ എല്ലാം സപ്പോർട്ട് കാരണം ഇപ്പം ഞങ്ങൾക്ക് ആ ഒരു പേരുണ്ട്, അപ്പം എല്ലാവർക്കും അറിയാം നന്ദഗോവിന്ദ ഭജൻസ്. നിങ്ങൾ പാടി കഴിഞ്ഞതിന് ശേഷം ആ പാട്ടുകൾ വളരെയധികം ഫേമസ് അല്ലാത്ത പാട്ടുകൾ കേൾക്കുമ്പോഴത്തേനും അങ്ങനെ ഒരു പാട്ടുണ്ടായിരുന്നല്ലോ എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലും കൂടെ ആണെന്ന് പറയാം. ഞങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴും നിങ്ങളുടെ പാട്ടാണ് പ്ലേ ചെയ്യുന്നത്, വൈകുന്നേരം കിടക്കാൻ നേരത്ത് നിങ്ങളുടെ പാട്ടാണ് പ്ലേ ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഭയങ്കര ഒരു സ്ട്രെസ് റിലീഫാണ് നിങ്ങളുടെ പാട്ട് കേൾക്കുന്നത്. അത് കോമൺ ആയിട്ട് എല്ലായിടത്തും കേൾക്കുന്ന ഒരു കമ്പനി സ്ട്രെസ് റിലീഫാണ്. എനിക്ക് തോന്നുന്നു അവിടെ മൃദംഗം വായിച്ചിരുന്നു ചേട്ടൻ. പുള്ളി മൃദംഗം വായിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും പുള്ളിനെ നോക്കിയിട്ടായിരിക്കുന്നത്. നിങ്ങൾ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ടോ നിങ്ങളുടെ കണ്ണുകളിലൂടെ? ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്ലാൻ നമുക്ക് പാടുന്നതിനിടയ്ക്ക് നമുക്ക് വേറെ സാധനം ആഡ് ചെയ്യണമെങ്കിലൊക്കെ നമ്മൾ കണ്ണിൽ കാണുമ്പോൾ മനസ്സിലാവും ഇതാണ് പ്ലാൻ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇത്രയും പ്രോഗ്രാംസ് ഒരുമിച്ച് ചെയ്തപ്പോൾ ഉള്ള ഒരു സിങ്കാണ്. നമസ്കാരം. സിനിമകളിൽ ഭക്തിഗാനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്, എന്നാൽ സിനിമാ പാട്ടുകളെ ഭക്തിഗാനങ്ങളാക്കി നമ്മളിലേക്ക് എത്തിച്ച ഒരു കൂട്ടരുണ്ട്. അവരാണ് ഇന്ന് എനിക്കൊപ്പം ഉള്ളത്. വെൽക്കം നന്ദഗോവിന്ദം ഭജൻസ്. നമസ്കാരം. ആദ്യം നമുക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടാലോ? എൻ്റെ പേര് രാജേഷ് ജയൻ, തിരുവനന്തപുരം സ്വദേശമാണ്. എന്ത് ചെയ്യുന്നു? ഞാൻ ഹാർമോണിസ്റ്റ് ആണ്, കോറസും പാടുന്നു. ഫുൾ ടൈം നന്ദഗോവിന്ദത്തിന്റെ ആക്ടിവിറ്റീസിനോട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഓക്കെ. ശ്രീലാൽ. ഞാനൊരു ടീച്ചറാണ്, കൂടാതെ നന്ദഗോവിന്ദത്തിന്റെ ലീഡ് സിംഗറായിട്ട് പാടുന്നു. നമസ്കാരം, ഞാൻ നവീൻ, നന്ദഗോവിന്ദ ഭജൻസിന്റെ ലീഡ് സിംഗറാണ്. അതുപോലെ തന്നെ ഞാൻ വർക്ക് ചെയ്യുന്നത് ദുബായിലാണ്. അപ്പം ദുബായിൽ നമുക്ക് നന്ദഗോവിന്ദ ഭജൻസിന്റെ ഗ്രൂപ്പുണ്ട്. 2 ഗ്രൂപ്പിലെയും മാനേജ് ചെയ്ത് പോകും. ഞാൻ മനു മോഹൻ, സ്റ്റേറ്റ് ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്, നന്ദഗോവിന്ദത്തിൽ സിംഗറാണ്. ഞാൻ ഹരികൃഷ്ണൻ, ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നു, നന്ദഗോവിന്ദത്തിൽ കോളസ്. എൻ്റെ പേര് ഹരികൃഷ്ണൻ, ഞാനൊരു സിംഗറാണ് നന്ദഗോവിന്ദത്തിൽ. ഞാൻ EVM ഗ്രൂപ്പിൽ ഫിനാൻസിൽ വർക്ക് ചെയ്യും. എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ, ഒരു ആയുർവേദ ഫീൽഡാണ്, ആയുർവേദ ക്ലിനിക്കുണ്ട്, നന്ദഗോവിന്ദത്തിൻ്റെ മാനേജറാണ്, അപ്പം പിന്നെ വോക്കൽ സപ്പോർട്ടാണ്. എൻ്റെ പേര് സിദ്ധാർത്ഥ് ശങ്കർ, ഞാൻ കീബോർഡിസ്റ്റാണ്, മ്യൂസിക് പ്രൊഡക്ഷൻ. നമസ്കാരം, ഞാൻ അഭിജിത്ത്, ഞാൻ നന്ദഗോവിന്ദത്തിലെ പുതിയ ആളാണ്. 3 മാസമായിട്ടുള്ള കയറിയിട്ട് സിംഗറായിട്ട് കയറിയതാണ്. ഞാനിപ്പോൾ MCOM കഴിഞ്ഞു, ഇപ്പോൾ ടാക്സ് അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. നമസ്കാരം, ഞാൻ നന്ദഗോവിന്ദത്തിൻ്റെ ആദ്യകാലം മുതലുള്ള ഒരു സിംഗറാണ്. എൻ്റെ പേര് ഹരിരാജ്, ഞാൻ ഓർഗാനിക് ഷോപ്പ് നടത്തുന്നു. ഓക്കെ. അപ്പോൾ എനിക്കറിയാം നിങ്ങളൊരു 25 വർഷക്കാലമായി ഈ ഭജൻസ് എന്ന് പറയുന്ന ഒരു ഫീൽഡിലുണ്ട്. എന്നാൽ കഴിഞ്ഞൊരു 5 വർഷങ്ങളായി കേരളത്തിൽ അല്ലെങ്കിൽ വേൾഡിൽ മൊത്തത്തിൽ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എന്താ പറയുക, നമ്മൾ സൈന്യത്തിന് ഓരോ പടകളുണ്ടെന്ന് പറയുന്ന പോലെ കാനഡ കേന്ദ്രീകരിച്ചൊരു പടയുണ്ട്, ദുബായ് കേന്ദ്രീകരിച്ചുണ്ട്, കേരളത്തിലൊരു പടയുണ്ട്. എങ്ങനെയാണ് നിങ്ങളുടെ ഒരു വർക്കിംഗ് സ്ട്രക്ചർ എങ്ങനെയാണ്? ഇതൊക്കെ ഓർഗാനിക് ആയിട്ടുണ്ടായതാണ്. നമ്മളൊരു പ്ലാൻ ചെയ്ത് നമ്മൾ അങ്ങനെ ഇവിടെ നമുക്ക് ഈ ദുബായിൽ ഒരു ഗ്രൂപ്പ് വേണം അല്ലെങ്കിൽ കാനഡയിൽ വേണം അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തായതല്ല. അത് നമ്മൾ നാട്ടിൽ തുടങ്ങിയിട്ട് ഇപ്പോൾ 25 വർഷമായി ഇപ്പോൾ പറഞ്ഞ പോലെ. അപ്പം ഞാൻ ദുബായിലേക്ക് മൂവ് ചെയ്ത് 2014 പെർമനൻ്റായിട്ട്. അപ്പം 2014 തൊട്ട് ഞങ്ങൾക്കിപ്പോൾ ഇതാണെങ്കിൽ നമ്മൾ ഭജനയിൽ നിന്ന് വിട്ട് നിൽക്കുമ്പോൾ നമുക്ക് അത് ചെയ്യാനായിട്ടുള്ള ഒരു ആഗ്രഹം എപ്പോഴും വന്നുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മളവിടെ ഇതിനോട് ഇഷ്ടമുള്ള കുറേ പേര്, ഇപ്പം രാജേഷ് ആണെങ്കിലും ഹരികൃഷ്ണൻ, ഞങ്ങളെല്ലാം ദുബായിൽ നിന്ന് ഉള്ള ഗ്രൂപ്പിലെ ആൾക്കാരാണ്. അപ്പോൾ ഇവർ അതിനുശേഷം അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു പോകുന്നു, നമ്മുടെ നാട്ടിലെ ഗ്രൂപ്പിൽ പാർട്ടായി. അതേസമയം നമ്മുടെ കൂട്ടത്തിൽ വേറെ സ്പെക്സ് വെച്ച് വേറെ ആളെ കണ്ടു, മനോഹരിയിൽ വേറെ അദ്ദേഹം പ്രവീൺ ഞങ്ങൾക്ക് ഒരുമിച്ച് 6ാം ക്ലാസ് തൊട്ടേ ഒരുമിച്ച് പഠിക്കുന്നതാണ്. അപ്പോൾ അത്രയും വർഷത്തെ ബന്ധങ്ങൾ എല്ലാവരും തമ്മിലുണ്ട്. പ്രവീൺ ഈ അടുത്തിടയ്ക്ക് കാനഡയ്ക്ക് മൂവായി, മൈഗ്രേറ്റ് ആയി. അപ്പം എല്ലാവർക്കും ഉള്ള പ്രശ്നം ഇതാണ്, അതായത് നമുക്ക് ഈ ഭജന ഇതൊക്കെ ചെയ്ത് നമുക്ക് ഇതിന് വിട്ടു നിൽക്കാൻ പറ്റത്തില്ല. പിന്നെ താങ്ക്ഫുള്ളി ആൾക്കാരുടെ എല്ലാം സപ്പോർട്ട് കാരണം ഇപ്പം ഞങ്ങൾക്ക് ആ ഒരു പേരുണ്ട്, അപ്പോൾ എല്ലാവർക്കും അറിയാം നന്ദഗോവിന്ദ ഭജൻസ്. അപ്പോൾ നമ്മൾ അവിടെ ചെന്നപ്പോൾ കാനഡയിൽ നമുക്ക് ഫോം ചെയ്യാനായിട്ട് സത്യം പറയാൻ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് വളരെ ഈസി ആയിരുന്നു. ഒത്തിരി പേരെ നമുക്ക് പാട്ട് പാടുന്നൊക്കെ ആൾക്കാരെ നമുക്ക് കിട്ടി. അങ്ങനെയാണ് അത് ഓർഗാനിക്കലി. ഓക്കെ. എങ്ങനെയാണ് പക്ഷെ ഒരു തുടക്കം എങ്ങനെയാണ്? ഇതിനുള്ള ആദ്യത്തെ ഇനീഷ്യേറ്റീവ് എടുത്തത് ആരായിരിക്കും? ഇനീഷ്യേറ്റീവ് എടുത്തത് ഉണ്ണികൃഷ്ണന്റെ അച്ഛൻ രാജേന്ദ്ര പണിക്കരായിരുന്നു. നിങ്ങൾ അദ്ദേഹം ഈ ഇടയ്ക്ക് ഞാൻ പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു.
ഇപ്പം ഒരു വർഷം ആവുന്നു കൃത്യം ഇപ്പം അദ്ദേഹം മരിച്ചിട്ട്. അപ്പം പണിക്കരേട്ടൻ കാഴ്ച പോയ സമയത്താണ് ഞങ്ങൾ ഈ നന്ദഗോവിന്ദ ഭജൻസ് എന്നുള്ള ഒരു ആശയം ഇവർ ഫോം ചെയ്യാനുള്ള പ്ലാൻ ചെയ്തത്. അപ്പം ഹരിരാജേട്ടനും നമ്മളുടെ കൂടുതലേക്ക് ഹരിരാജേട്ടനും പണിക്കരേട്ടനും ഒക്കെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ആ സമയത്ത് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പാട്ട് പാടാൻ വേണ്ടിയിട്ടാണ് നന്ദഗോവിന്ദത്തിൻ്റെ പാട്ടാകുന്നത്. അതിനുശേഷമാണ് ശ്രീലാലും പ്രവീൺ വന്നു. പ്രവീണിൻ്റെ കോളേജിൽ ഒരുമിച്ച് പഠിച്ചാണ് ശ്രീലാൽ. ശ്രീലാലിന്റെ ബന്ധുവാണ് മനു. മൊത്തത്തിലൊരു ഇന്റർ കണക്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഒരു തുടക്കം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെ സംസാരിച്ച് തുടങ്ങുമ്പോഴേക്കും ആ ഒരു പാട്ട് അത് നിർബന്ധമാണല്ലോ. അപ്പൊ നമുക്കൊരു പാട്ട് തന്നെ മതിയാവും അല്ലേ? യാത്രയിലെ ഈരക്കാറ്റിലെ കണ്ണനോടുതാനാണ് பார்வை கோத்திட பாதை பார்த்திட பாவைராதையோ வாட இரவும் போனது பகலும் போனது மன்னன் இல்லை கூட இளைய கண்ணியில் இமைதிராதகள் இங்கும் எங்குமே தேட ஆய பாணியில் கண்ணனில்லையோ ஆசை வைப்பதே அன்பு தொல்லையோ ஆய பாணியில் கண்ணனில்லையோ ஆசை வைப்பதே அன்பு தொல்லையோ பாவம் ராதா. എനിക്കെന്തേ തന്നീല കൃഷ്ണ തുളസിക്കതീരായി ജന്മം എന്തേ നീ കണ്ണ എനിക്കെന്തേ തന്നീല കൃഷ്ണ തുളസിക്കതീരായി ജന്മം എന്തേ നീ കൃഷ്ണ എന്തേ നീ കൃഷ്ണ എന്നെ നീ കണ്ടില്ല ഇങ്ങു കഴിയുന്നു പാവമേ ഗോപിക. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ പ്രോഗ്രാം കണ്ടിട്ടാണ് നമ്മൾ ഈ ഇന്റർവ്യൂവിന് ഇരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ പ്രോഗ്രാമിൽ നിങ്ങളെ നിരീക്ഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾ എല്ലാവരും കണ്ണുകൊണ്ട് എന്തൊക്കെയോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പോലെ തോന്നി. കാരണം ഒരാൾ പാടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരാളുടെ ശ്രദ്ധ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ മൃദംഗം വായിച്ചിരുന്നു ചേട്ടൻ, പുള്ളി മൃദംഗം വായിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും പുള്ളിനെ നോക്കിയിട്ടായിരിക്കുന്നത്. നിങ്ങൾ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ടോ നിങ്ങളുടെ കണ്ണുകളിലൂടെ? ഒത്തിരി കാര്യങ്ങൾ അതിലൂടെ കടന്നു പോകുന്നുണ്ട്. അല്ല, അത് നമ്മൾ പെർക്കഷനും എല്ലാ കാര്യങ്ങളും ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ നമ്മളുടെ പ്രോഗ്രാംസ് കണ്ടുകൊണ്ട് അറിയാം നമ്മൾ ഒത്തിരി ചേഞ്ചസ് ഉണ്ടാവും. ഒരു പാട്ടെന്ന് പറഞ്ഞാൽ ഒരു സ്ട്രക്ചർ ഒരേ സ്ട്രക്ചർ ആയിരിക്കത്തില്ല. അപ്പോൾ അതിൽ ഒത്തിരി ചേഞ്ചസ് പല പാട്ടുകളും മിക്സ് ഉണ്ടാവും. അപ്പോൾ അത് പെർക്കഷനും അല്ലെങ്കിൽ കീസ് വായിക്കുന്ന ആളും വയലിൻ വായിക്കുന്ന ആളെല്ലാവരും കറക്റ്റ് ജെല്ലല്ലെങ്കിൽ നമ്മളുടെ മൊത്തം പോയി. അപ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷനാണ് അതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നത്. ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്ലാൻ നമുക്ക് പാടുന്നതിന് ഇടയ്ക്ക് നമുക്ക് വേറെ സാധനം ആഡ് ചെയ്യണമെങ്കിലൊക്കെ നമ്മൾ കണ്ണിൽ കാണുമ്പോൾ മനസ്സിലാവും ഇതാണ് പ്ലാൻ ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ ഇത്രയും പ്രോഗ്രാംസ് ഒരുമിച്ച് ചെയ്തപ്പോൾ ഉള്ള ഒരു സിങ്കാണ്. പിന്നെ അടുത്ത പ്രത്യേകത നിങ്ങൾ എല്ലാവരും ചിരിച്ചുകൊണ്ടാണ്. എന്ന് വെച്ചാൽ എത്ര ടഫായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് സ്പീഡായിട്ടുള്ള പാട്ടുകളാണെങ്കിലും, പ്രത്യേകിച്ച് ശ്രീലാലേട്ടൻ ഫുൾ ടൈം ചിരിച്ചുകൊണ്ടാണ്. നവീൻ ചേട്ടൻ ഇടയ്ക്ക് പാട്ട് പാടുമ്പോൾ കണ്ണൊക്കെ അടച്ച് ഇങ്ങനെ പോകണം. ശ്രീലാലേട്ടൻ എപ്പോഴും ചിരിച്ചുകൊണ്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. മേ ബി നിങ്ങൾ എല്ലാവരും ഭയങ്കര പ്ലസന്റ് ആണ്, ലൈക്ക് അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. എന്തൊക്കെയാണ് ലൈക്ക് ഏതൊക്കെ പാട്ടുകളാണ്, എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? ഞങ്ങൾ സിനിമാഗാനങ്ങളും ഭക്തിഗാനങ്ങളും അതുപോലെ സോപാന സംഗീതം, അങ്ങനെ വ്യത്യസ്തമായ സംഗീത ശാഖയിലുള്ള പാട്ടുകളാണ് പുതിയ ജനറേഷനെയും കൂടെ ഉൾപ്പെടുത്തി ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പം അത് ഒരുപാട് ആളുകളിലേക്ക് എത്തുന്നുണ്ട്. ആളുകൾക്ക് അതിന് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് അവരുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. നേരത്തെ ഞാൻ ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുന്നേ ചേട്ടൻ പറഞ്ഞു എന്നോട്, ഞങ്ങൾ ഈ പാട്ടുകൾ എടുത്ത് അത് ഹിറ്റാക്കുകയാണ് ചെയ്യാറുള്ളത്. അതൊരു വലിയ പോയിന്റ് ആണ്. കാരണം നിങ്ങൾ പാടിയതിന് ശേഷം അല്ല, പക്ഷെ അതൊരു സത്യമാണ് എന്നുള്ളതാണ്. കാരണം നിങ്ങൾ പാടി കഴിഞ്ഞതിന് ശേഷം ആ പാട്ടുകൾ വളരെയധികം അങ്ങനെയല്ല, പക്ഷെ അതൊരു പോയിന്റ് അല്ലേ. ഇപ്പൊ നമ്മള് ചില പാട്ടുകളൊക്കെ നമ്മൾ കേട്ട് കുറച്ചുകൂടി ശീലിക്കുന്നത് നിങ്ങൾ പാടിയതിനു ശേഷമാണ്. മേ ബി നിങ്ങൾ പാടിയ അതേ ട്രാക്ക് വെച്ചിട്ട് ഒരുപാട് റീലുകൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ടിട്ട് കാണുന്നു. അപ്പൊ അത് ശരിക്കും പുള്ളി പറഞ്ഞത് ശരിയാണ്. അത് ഇന്നലെ ഭജൻ കണക്ട് എന്നുള്ള ഞങ്ങളുടെ ഒരു പുതിയ ആശയം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് 25-ാം വർഷത്തിന്റെ സെലിബ്രേഷൻ ആയിട്ട് തിരുവനന്തപുരത്ത് വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ തിരുവനന്തപുരത്തെ ഞങ്ങളുടെ ഭജന ഇഷ്ടമുള്ള ഒട്ടനധികം സുഹൃത്തുക്കൾ വന്നിട്ടുണ്ടായിരുന്നു പ്രോഗ്രാമിന്.
അപ്പോൾ അവിടെ പ്രോഗ്രാമിന് വന്നപ്പോൾ ഞങ്ങൾക്ക് അവർ തന്ന കുറച്ച് കമൻസ് ഉണ്ടായിരുന്നു. അപ്പം ആ കമൻസിൽ 1-2 പേര് വന്ന് പറഞ്ഞ ഒരു കമൻറ്റ് ഇതായിരുന്നു. അതായത് ഞങ്ങൾ ദാസേട്ടൻ്റെയും അല്ലെങ്കിൽ പല എം.ജി. ശ്രീകുമാർ സാറിൻ്റെ ഒക്കെ പാട്ടുകൾ കേട്ടിട്ടുണ്ടാകും. പക്ഷേ നന്ദഗോവിന്ദ് പാടുമ്പോഴത്തേന് അത് വേറെ രീതിയാകും. അപ്പോൾ അത് ഞങ്ങൾക്ക് കേൾക്കാനായിട്ട് അവരുടെ പോലെ തന്നെ ഇഷ്ടമാണ്. അപ്പം അത് പ്രത്യേകിച്ച് ഫേമസ് അല്ലാത്ത പാട്ടുകൾ കേൾക്കുമ്പോഴത്തേനും അങ്ങനെ ഒരു പാട്ടുണ്ടായിരുന്നല്ലോ എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലും കൂടെ ആണെന്ന് പറയും. പ്രത്യേകിച്ച് ഒരു 80s ഉള്ള ആൾക്കാർക്കൊക്കെ ഉള്ള പഴയ പാട്ടുകൾ ഉണ്ടാകുമ്പോഴത്തേനും പുതിയ ആൾക്കാർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും കണക്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മൾ ആ വേദിയിൽ നമ്മൾ കണ്ടതാണ്, വയസ്സായ അമ്മൂമ്മമാർ മുതൽ കുഞ്ഞുങ്ങൾ വരെ അത് ഒരേപോലെ ആസ്വദിക്കുന്നുണ്ട് എന്ന് പറയുന്നത്. അത് ശരിക്കും ഒരു സന്തോഷമാണ് നമുക്കത് കാണുമ്പോൾ എന്നുള്ളതാണ്. ഞങ്ങൾക്ക് ഒത്തിരി വീഡിയോസ് അയച്ചു തരും ഒത്തിരി അമ്മമാർ. അതായത് ഈ 6 മാസം 1 വയസ്സുള്ള 2 വയസ്സുള്ള കുട്ടികൾ ടിവിയുടെ ഫ്രണ്ടിൽ പാട്ട് വെച്ച് ഓൺ ചെയ്തിട്ട് ആ പാട്ട് പാടി അവർ നമ്മളെപ്പോലെ അഭിനയിക്കുന്നു. ഇപ്പം ശ്രീലാൽ ഇപ്പോൾ ചെവി കുത്തി പാടുന്ന പോലെ ഇപ്പോൾ പാടും, അല്ലെങ്കിൽ ഞാൻ മുൻകാടി കൈ വെക്കുന്ന പോലെയോ അങ്ങനെയൊക്കെ അവരത് അതിനോട് ഇഷ്ടം ഭജനോട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇനിയുള്ള കാലത്തൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല പിള്ളേരുടെ ഇഷ്ടം ഏത് രീതിയിലൊക്കെയാണ് പോകുന്നതെന്നുള്ള കാര്യം. അപ്പോൾ അതിൽ നമ്മളുടെ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടുന്നു എന്നുള്ളൊരു ഭയങ്കര ഒരു അനുഗ്രഹമാണ്. നമ്മൾ മലയാളികൾക്ക് പണ്ട് മുതൽ ഭക്തിഗാനങ്ങൾ വലിയ ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ നമ്മൾ എത്രത്തോളം മോഡേണൈസ്ഡ് ആണ് എന്ന് പറഞ്ഞാലും നമ്മളിപ്പോൾ റീലുകളെ കാണാറില്ല, ഇയർഫോണിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ഭക്തിഗാനങ്ങളായിരിക്കും പൊക്കോണ്ടിരിക്കുന്നത്. അത് ആ ഒരു പ്രിയം നമുക്ക് പണ്ട് മുതലേ ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ഏറ്റവും ആദ്യം എനിക്ക് തോന്നുന്നു വൈറലാവുന്ന പാട്ട് മനോഹരി രാധേ രാധേ, അതാണ്. എങ്ങനെയാണ് ആ പാട്ടിന്റെ ഒരു കമ്പോസിഷനിലേക്ക് എത്തുന്നത്? കാരണം അതുമായി ബന്ധപ്പെട്ട എല്ലാ റീലുകളിലും ഞാൻ അടിയിൽ കാണുന്നത് കാത്തിരുന്ന പെണ്ണല്ലേ ഇന്ന് പാടാൻ വരും, പക്ഷെ പാടരുത്. എങ്ങനെയാണത് കമ്പോസ് ചെയ്യാൻ സാധിച്ചത്? അത് വളരെ കുറച്ച് 10 മിനിറ്റോ 15 മിനിറ്റോ ഉണ്ട്. ഞങ്ങൾ ബോംബെയിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു 2009 എനിക്ക് 2009 ഞങ്ങൾ ഒരു പ്രോഗ്രാം സപ്താഹ പ്രോഗ്രാമാണ്. അപ്പോൾ ഞങ്ങളൊരു 1 വീക്ക് സ്റ്റേ ചെയ്യാൻ പോയപ്പോൾ ഞാനും പ്രവീണും ശ്രീലാലും ഞങ്ങളൊക്കെ രാത്രിയിലിരുന്നപ്പോൾ നാളത്തേക്ക് വേണ്ടി നമുക്ക് ചുമ്മാ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണമല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേന് രുക്മിണി സ്വയംവരത്തിന് അതെ. അപ്പം രുക്മിണി സ്വയംവരത്തിന് നമുക്കറിയാമല്ലോ, അപ്പോൾ എന്തെങ്കിലും രാധയും അല്ലെന്നുണ്ടെങ്കിൽ രുക്മിണി അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റൊക്കെ ആണല്ലോ. അങ്ങനെ മനോഹരി രാധേ പാടി. അത് പാടി തീർന്ന് തന്നെ കൃഷ്ണ നീ വേഗന വന്നു. അതിൻ്റെ ബാക്കിയായിട്ട് എന്തേ നീ ഇത് മാത്രമല്ല, ഞങ്ങളിപ്പോൾ പാടുന്നിട്ട് 3-4 ഉള്ളായിരുന്നു. അന്നെന്തോ അത്ര ഒരുപാട് പാട്ടുകളുണ്ട്, 7-8 അല്ലേ, 7-8 അത് അങ്ങനെ കുറേ പാട്ടുകളുണ്ടായിരുന്നു. അതൊന്നും ഇപ്പോൾ പാടുന്നില്ല. പക്ഷെ ഞങ്ങളതൊരു ഒത്തിരി പാട്ടുകളാണ് ഒരുമിച്ച് ഞങ്ങൾ 13 വർഷത്തോളം ആ പാട്ട് തന്നെ പല വേദികളിലൊക്കെ ഇടയ്ക്കൊക്കെ പാടുമായിരുന്നു. പക്ഷെ അന്നൊന്നും ശ്രദ്ധിക്കപ്പെട്ടില്ല. പിന്നീട് ഒരു വീഡിയോ വെച്ചിട്ട് അത് പെട്ടെന്ന് വൈറലായി. എങ്ങനെയാണ് ആ ചേഞ്ചിനെ വീക്ഷിക്കുന്നത് എന്ന് വെച്ചാൽ ആ വൈറലാവുന്ന വീഡിയോയുടെ മുന്നിലുള്ളതുണ്ട്? നിങ്ങളുടെ ഏറ്റവും ആദ്യത്തെ വീഡിയോ ഞാൻ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്ത് പോയി കണ്ടുപിടിച്ചു. അപ്പോൾ 700 വ്യൂസിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. പക്ഷേ 4 ദിവസം മുന്നിട്ട വീഡിയോ 3 ലക്ഷത്തിന് മുകളിലാണ് അതിൻ്റെ വ്യൂസ് കിടക്കുന്നത്. സോ ആ ഒരു ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു വലിയൊരു ഷിഫ്റ്റാണ്. എങ്ങനെയാണ് നിങ്ങൾ അതിനെ ഫീൽ ചെയ്യുന്നത്? നിങ്ങൾ തുടക്കം മുതലേ ഉള്ളവർ റെസ്പോൺസിബിലിറ്റി അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മളിപ്പോൾ വീണ്ടും നമ്മൾ ഓരോന്ന് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് കോൺഷ്യസ് ആകണം എന്നുള്ളൊരു കാര്യം ഉത്തരവാദിത്വം കൂടിയല്ലോ. അപ്പം അത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അപ്പം നമുക്ക് തോന്നിയ പോലെ എന്തും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു തിരിച്ചറിവുണ്ട്. അപ്പം അല്ല, പണ്ട് തൊട്ട് ഞങ്ങൾ സമ്പ്രദായ ഭജന ഫോക്കസ് ചെയ്ത് കൂടുതൽ സമ്പ്രദായ ഭജനയിലെ പാട്ടുകൾ ഞങ്ങൾ പാടിക്കൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ ചിലപ്പോൾ അച്ഛനമ്മ ഉണ്ടാവും, സൗണ്ടുകാരുണ്ടാവും, 2-3 പേരുണ്ടെങ്കിൽ അല്ലേ സമ്പ്രദായ ഭജന. കോവിഡ് ടൈമിലാണല്ലേ ഒരു മാറിയത്. നമ്മൾ ഓൺലൈൻ ലൈവില് കുറേ പ്രോഗ്രാം ഇങ്ങനെ ലൈവില് പാട്ടുകൾ പാടിയിരുന്നു നമ്മുടെ പേജിൽ, ഫേസ്ബുക്ക് പേജിൽ. നീലമലയാണ് നമ്മളുടെ ആ ഒരു മനോഹരിക്ക് മുന്നേ ആ നീലമലയുടെ ഒരു കോവിഡ് ടൈമിൽ നമുക്ക് ഓൺ സ്റ്റേജ് പ്രോഗ്രാംസ് ഇല്ലാത്ത സമയത്ത് നമ്മൾ ഫേസ്ബുക്ക് ലൈവ് ചെയ്തിരുന്നു. അപ്പോൾ ആ സമയത്ത് ആളുകൾ ഇങ്ങനെ ലൈവ് കമൻസ് ഇടുന്നുണ്ടായിരുന്നു ഈ പാട്ടുകൾ. അപ്പോൾ ഇതിൽ ഭൂരിഭാഗം പാട്ടുകൾ അവർ കമൻസ് വന്ന് അവർക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ നമ്മൾ പാടുന്നത് കേൾക്കണം എന്നുള്ള ആഗ്രഹം, അങ്ങനെ അവർ കമൻസ് ഇട്ടു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ആ ഒരു എക്സ്പെരിമെന്റ് പോലെ അല്ലേ. ഇപ്പോൾ ആ ചേട്ടനോടാണ് തുടക്കം മുതലേ ഉള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇതിൽ ഏറ്റവും തലമുത്ത കാരണവർ ചേട്ടനായിരിക്കും അല്ലേ? അതെ. എങ്ങനെയുണ്ട് നന്ദഗോവിന്ദത്തിനൊപ്പമുള്ള യാത്ര? തുടക്കം മുതലേ ഉണ്ട് എന്നൊരു വലിയൊരു ഭാഗ്യം തന്നെയാണ്. കാരണം അതിനൊരു പേര്, നന്ദഗോവിന്ദം എന്നുള്ള പേര് കൊടുക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു വലിയൊരു മഹാഭാഗ്യം. പിന്നെ ഇപ്പം നവീനെ പോലുള്ള ആൾക്കാരെ അതിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചത് അതിനേക്കാൾ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അപ്പം 25 വർഷമായിട്ട് തുടരുന്ന ഒരു യാത്രയാണ്. അത് എന്തോ ഒരു ദൈവാനുഗ്രഹം ഉണ്ടെന്നാണ് ഞാൻ അതിലേറെ വിശ്വസിക്കുന്നത്. ഓക്കെ, എന്താണ് വ്യത്യാസം തോന്നുന്നത് തുടക്കകാലവും ഇപ്പോഴത്തെ ഒരു 25 വർഷത്തിന്? വളരെ വ്യത്യാസമുണ്ട്, വളരെ വ്യത്യാസമുണ്ട്. കാരണം ഈ ഭജനയെന്ന് കേൾക്കുമ്പോൾ ആദ്യകാലത്തൊക്കെ അത് കുറേ ചെറുപ്പക്കാരിലേക്ക് എത്തിയിരുന്നില്ല.
പക്ഷേ ഇപ്പോൾ ന്യൂ ജനറേഷൻ അത് ഏറ്റെടുത്തതിൻ്റെ ഒരു പിന്നിൽ അത് നവീന ശ്രീലാലിനെ പ്രവീണെ പോലുള്ള അല്ലെങ്കിൽ നന്ദോന്നത്തിൻ്റെ ഒരു വലിയൊരു റോള് അതിനകത്തുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ, ഈ സിനിമാ പാട്ടുകൾ എടുക്കുമ്പോൾ ഇപ്പോൾ ചേട്ടൻ പറഞ്ഞു ഒരുപാട് കമന്റുകൾ അനുസരിച്ചിട്ടാണ്. ഈ കോവിഡ് സമയം എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് എല്ലാം അവസാനിപ്പിച്ച് നിരാശരായിരുന്ന ഒരു സമയത്താണ് എനിക്ക് തോന്നുന്നു നിങ്ങൾ വളർന്നത്. നിങ്ങൾ അതിനെ കൃത്യമായി ഉപയോഗിച്ചു എന്നുള്ളതായിരിക്കും. ഉപയോഗിച്ചെന്ന് പറയാൻ പറ്റില്ല. കാര്യം നമുക്ക് അത് ഉപയോഗപ്പെട്ടു. അത് എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണെങ്കിലും നമുക്ക് ഈ പറഞ്ഞ പോലെ ഒന്നും ചെയ്യാനിട്ടില്ല. നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന പറയുന്നത് സംഗീതം, പാട്ട്, വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങൾ വെറുതെ ഒരു പാട്ട് ഞാൻ മോളും, എന്നിട്ട് ആ പാട്ട് കറക്റ്റ് ക്ലിക്ക് ഇട്ടിട്ട് ശ്രീലാലിന് അയച്ചു കൊടുക്കും, മനുവിന് അയച്ചു കൊടുക്കും, പ്രവീൺ അയച്ചു കൊടുക്കും. ഞങ്ങൾ പല സ്ഥലത്തായിരിക്കും, ഞാൻ ദുബായിലായിരിക്കും, അവിടെ ആയിരിക്കും. അതെല്ലാം ഞങ്ങൾ ഓരോ ക്ലിക്ക് ഇട്ട് ഞങ്ങൾ കേട്ട് കമ്പൈൻ ചെയ്തൊരു വീഡിയോ ഉണ്ടാക്കും, പോസ്റ്റ് ചെയ്യും. അതിനുശേഷം അതിപ്പോൾ ഭയങ്കര ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ഞങ്ങൾ ലൈവ് വീഡിയോസ് പോകാൻ തുടങ്ങി, ലൈവ്സ് പോകാൻ തുടങ്ങി. ഫസ്റ്റ് ലൈവ് കണ്ടതിൽ ഞാനും ഉണ്ട്. അത് ഞാൻ കാണും. 2023 ഇൻസ്റ്റാഗ്രാമിലെ ഫസ്റ്റ് ലൈവ് ആണ് ഞാൻ ഫേസ്ബുക്കിൽ ലൈവ് പോകാൻ തുടങ്ങി. ആ ലൈവില് ഭയങ്കരമായിട്ട് സപ്പോർട്ട് വരാൻ തുടങ്ങി. ആൾക്കാർ എന്നും വരണം. അപ്പോൾ ഞങ്ങൾ ഒരു വീക്കിലേക്ക് വെച്ച് ഞങ്ങൾ പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങി. തീർച്ചയായും പല സ്ഥലത്തും ചെയ്യാൻ തുടങ്ങി. അതൊരു ഭയങ്കര അപ്പോൾ അങ്ങനെ നമ്മൾ പല രാജ്യങ്ങളിൽ അവരുടെ പേജുകളിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ കെനിയയിലൊക്കെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. കെനിയ, ഉഗാണ്ട, ഞങ്ങൾ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വന്നിട്ടുണ്ട്, മൗറീഷ്യസിൽ നിന്ന് കൂടെ വന്നിട്ടുണ്ട്. ആഫ്രിക്കയിൽ എന്തോ ഞങ്ങൾ ഭയങ്കര ഒരു സ്നേഹമാണ്. ഭയങ്കര സ്നേഹമുണ്ട്. അല്ല, അവിടെ ചെന്നപ്പോൾ അത്ഭുതപ്പെടുത്തി ഞങ്ങൾ. ഇവിടെ അതായത് പ്രോഗ്രാം ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഉള്ള ഫാമിലീസും ചേട്ടന്മാരും ചേച്ചിമാരും വന്നിട്ട് ഇപ്പോൾ ഇവിടുത്തെ അമ്മമാർ പറയുന്ന ഇവിടുന്ന് പറയുന്ന അതേ കമൻസ്. ഞങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴും നിങ്ങളുടെ പാട്ടാണ് പ്ലേ ചെയ്യുന്നത്, വൈകുന്നേരം കിടക്കാൻ നേരത്ത് നിങ്ങളുടെ പാട്ടാണ് പ്ലേ ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഭയങ്കര ഒരു സ്ട്രെസ് റിലീഫാണ് നിങ്ങളുടെ പാട്ട് കേൾക്കുന്നത്. അത് കോമൺ ആയിട്ട് എല്ലായിടത്തും കേൾക്കുന്ന ഒരു കമന്റ് പറയും സ്ട്രെസ് റിലീഫാണെന്നുള്ളതാണ്. അവിടെ ചെന്നപ്പോഴും ഇവിടെയാണെങ്കിലും എങ്ങനെയാണ് ആഫ്രിക്കൻ കൺട്രിയിലെ ഓഡിയൻസ് ഒക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. ഞങ്ങളുടെ വൺ ഓഫ് ദി ബെസ്റ്റ് പ്രോഗ്രാം ആയിരുന്നു കെനിയ, നൈറോബിയിൽ, അതുപോലെ തന്നെ ഉഗാണ്ടയിൽ. ഓഡിയൻസ് ഭയങ്കര രസമായിരുന്നു. മലയാളികൾ മാത്രമല്ല, ഞങ്ങളുടെ പ്രോഗ്രാം കാണാൻ നോർത്ത് ഇന്ത്യൻസ്, തമിഴ്, അങ്ങനെ എല്ലാ ഡിഫറെന്റ് ലാംഗ്വേജ് സംസാരിക്കുന്ന ആൾക്കാരും വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് അവരായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത്? ഇപ്പൊ മറ്റു ഭാഷകളിൽ ഇപ്പോൾ ഹിന്ദിയിൽ പാട്ട് പാടുന്നതും തമിഴിൽ പാട്ട് പാടുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതൊക്കെ അവരായിട്ട് കണക്ട് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പം ആക്കാറുണ്ട്. അതെ, ഞങ്ങൾ ബോംബെയിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ആദ്യം സമ്പ്രദായവചന കുറെ പാടിയതുകൊണ്ട് അതൊരു ഉപയോഗമാണ്. കാര്യം ഞങ്ങൾക്ക് കുറെ പാട്ടുകൾ അല്ലാതെ, അതായത് മലയാളം അല്ലാതെ അല്ലെങ്കിൽ ഫിലിം സോങ്സ് അല്ലാതെ ഉള്ള പാട്ടുകൾ അറിയാം. അപ്പം അത് ഇങ്ങനെയുള്ള ഓഡിയൻസിൽ പോകുമ്പോൾ ഞങ്ങൾ എല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോഴത്തേനും അപ്പോൾ അവർക്കും ഹാപ്പി ആവും, നമ്മുടെ മലയാളികൾ ഹാപ്പി ആവും, തമിഴ് പാടുന്നവർ ഹാപ്പി ആവും.